വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യക്ക് ശുഭകരമായ വാർത്തകളും പാകിസ്ഥാനികൾക്ക് അശുഭകരമായ വാർത്തകളും പാക് സൈന്യത്തിന് കൂട്ടക്കരച്ചിലിനിടയാക്കുന്ന വാർത്തകളുമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം അബു ഖത്തൽ എന്ന് പറഞ്ഞൊരു ഭീകരനെ അജ്ഞാതൻ വെടിവെച്ച് കൊന്നു. ആ അജ്ഞാതൻ വെടിവെച്ച് കൊല്ലുന്നതിന്റെ കൂട്ടത്തില് നമ്മുടെ ഹാഫിസ് സെയ്ദും ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അയാൾക്കും വെടി കൊണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഗുരുതരാവസ്ഥയിൽ ഇയാൾ പാകിസ്ഥാനിലെ ഏതോ ഒരു നമ്മുടെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് അറിയാൻ സാധിക്കുന്നു. അപ്പൊ ഇന്നും സമാനമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് വന്നത് ജാമിയത്ത് ഉലമ ഇസ്ലാമിന്റെ മുതിർന്ന നേതാവിന് നേരെ അജ്ഞാതരായിട്ടുള്ള ആക്രമികൾ വെടിയുതിർത്തു എന്നാണ് വാർത്ത വരുന്നത്. ഈ സംഭവത്തിൽ മുതിർന്ന നേതാവ് മുഫ്തി അബ്ദുൾ ബാക്കി, അയാൾ ഇനി ബാക്കിയില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അയാൾ മരണപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ഒരു ഭീകരനും പടമായി കഴിഞ്ഞു. കൂടാതെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നു. പാകിസ്ഥാൻ ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഓരോരോ ആക്രമണങ്ങളുമായി പാകിസ്ഥാൻ ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാനിൽ നിന്ന് ചൈന പിൻവാങ്ങി എന്ന വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. ചൈന ഇനി ഇല്ല ബലൂചിസ്ഥാനിൽ, ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ചൈന സുല്ലിട്ട് പോയി. കാരണം ചൈനയ്ക്ക് ഇനി ചെലവാക്കാൻ പൈസ ഇല്ല. ചൈന ഓൾറെഡി പാകിസ്ഥാനിൽ ഇവിടെ പാക് അധീന കശ്മീരിൽ വന്ന് കുറെയൊക്കെ ചെലവാക്കിയിട്ട് അവർക്ക് നഷ്ടം മാത്രമേ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് ബലൂചിസ്ഥാനിൽ ചൈന പാകിസ്ഥാനികൾക്ക് അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ടാക്കി കൊടുത്തത്. അത് തുറക്കാൻ പോലും ബലൂച്ച് ലിബറേഷൻ ആർമി സമ്മതിച്ചിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാവുകയാണ്. എന്റെ ചോദ്യം, നമ്മൾ എന്ന് പറഞ്ഞാൽ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നത് പോലെ ഒരു സൈഡിൽ ടെഹ്രീക്കെ താലിബാൻ, ഒരു സൈഡിൽ ബലൂച്ച് ലിബറേഷൻ ആർമി, പഞ്ചാബ് പ്രവിശ്യയിൽ കുറെ താലിബാൻ ഭീകരരും അതിനകത്തുള്ള ആഭ്യന്തര പ്രശ്നവും, അതിനിടയിൽ കൂടെ ഈ അജ്ഞാതൻ ഇറങ്ങി അജ്ഞാതൻ ആവശ്യമുള്ളവരെ എല്ലാം കൊത്തിയെടുത്ത് പറക്കുകയാണല്ലോ പാകിസ്ഥാനിൽ. പുര കത്തുമ്പോൾ വാഴ വെട്ടരുത് എന്ന് ഷഹബാസ് ഷരീഫ് പറഞ്ഞിട്ടുണ്ട്. അജ്ഞാതനെ പിടിക്കാനുള്ളൊരു നീക്കമാണെങ്കിൽ ഇപ്പൊ നടക്കാനുള്ളൊരു സാധ്യതയില്ല. കാരണം ഇവിടെ അജ്ഞാതനെ പിടിക്കാൻ പോയിട്ട് ഇവിടെ തട്ടിക്കൊണ്ടുപോയ പാക് സൈനികരെ പോലും തിരിച്ചു പിടിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല. എന്താണ് പാകിസ്ഥാനിൽ നടക്കുന്നത്? ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും എന്താ ചേട്ടാ നമ്മൾ പാക് അധീന കശ്മീർ തിരിച്ചു പിടിക്കാതെ ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ ശുഭകരമായിട്ടുള്ള വാർത്ത ഇനിയും നമ്മുടെ കാതുകളിൽ എത്താൻ സമയമായില്ലേ? ഇപ്പൊ ഒരു ദിവസം രാവിലെ നമ്മൾ ഈ പുൽവാമ അറ്റാക്ക് നടന്ന ശേഷം നമ്മൾ തിരിച്ച് ബാലാക്കോട്ടിൽ അറ്റാക്ക് നടത്തിയെന്ന് ഒരു ദിവസം രാവിലെയാണ് നമ്മൾ കേൾക്കുന്നത്. അതുപോലെ പാക് അധീന കശ്മീരിൽ ഇതാ ഇന്ത്യൻ പട്ടാളക്കാർ പ്രവേശിച്ചു കഴിഞ്ഞു, അവിടെ അതിർത്തിയിൽ ഇന്ത്യൻ പട്ടാളം നിലയുറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു വാർത്ത കേൾക്കാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണം നമ്മൾ? നമ്മള് പട്ടാളമൊന്നും അവിടെ കയറേണ്ട ആവശ്യം വരില്ല. ഇപ്പോഴാ പോക്ക് അങ്ങോട്ടേക്കാണ്. അവര് നമ്മളിലേക്ക് എത്തും. അത് അധികം വൈകില്ല. നമ്മുടെ രാജ്നാഥ് സിംഗ് അമിത്ഷാ ഒക്കെ വെറുതെ പറയുന്ന കാര്യമില്ല. ഒരു തുള്ളി രക്തം പോലും ചെയ്യുന്ന കാര്യമില്ല. കാരണം ഇപ്പോഴതാണ് സിറ്റുവേഷൻ. കാരണം പാകിസ്ഥാൻ കഷ്ണം പിന്നെ പാക് നിവേശ കാശ്മീർ പാകിസ്ഥാന്റെ അല്ല. പക്ഷെ മറ്റേ ഈ ബലൂചിസ്ഥാൻ ഇപ്പൊ അതിന് അടുത്ത് കിടക്കുന്ന സിന്ധ് പഞ്ചാബ് പ്രവിശ്യ എന്ന് പറയും. 56% പാകിസ്ഥാന്റെ ജനസംഖ്യ അടക്കുന്ന സ്ഥലമാണ്. ലാഹോർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഫൈനാൻഷ്യൽ ആയിട്ടൊക്കെ വലിയ ഇടമായിരുന്നു. ഈ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ കിടക്കുന്ന ബലൂചിസ്ഥാനിലാണെങ്കിലും ഈ പാക് സിന്ധി പഞ്ചാബ് സിന്ധി പ്രവിശ്യകളാണെങ്കിലും ഒക്കെ തന്നെ ഈ പാകിസ്ഥാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ് ഈ കിടക്കുന്നത്. കാരണം ഈ അതായത് കൾച്ചറലായിട്ടോ മറ്റു രീതിയിലോ ഒന്നും ഒരു കണക്റ്റഡ് അല്ല ഇതിനകത്ത് കിടക്കുന്നത്. ബലൂചിസ്ഥാൻ ആ ഒരു മേഖലയിലേക്ക് വരുമ്പോഴത്തേക്കും ഗോത്രവർഗ്ഗങ്ങൾക്കാണ് അവിടെ ഇമ്പോർട്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചാബ് സിന്ധി പ്രവിശ്യ എങ്ങനെ വന്നു വെച്ചാൽ അവിടെ സിന്ധു റവല്യൂഷണറി ആർമി എന്ന് പറഞ്ഞിട്ട് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലെ സിന്ധ് ലിബറേഷൻ ആർമി അവരുടെ മുദ്രാവാക്യം തന്നെ സിന്ധ് ദേശം എന്നാണ്. സിന്ധ് ദേശ് സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് അവർ പോരാടുന്നത്. അപ്പം അവർക്ക് അനവധി പാർട്ടിയുണ്ട്. അവാമി തെഹ്രീക്ക് എന്ന് പറഞ്ഞ അവരുടെ ഒരു പാർട്ടിയാണ്. സിന്ധു നാഷണൽ ഫ്രണ്ട് ഉണ്ട്, സിന്ധ് യുണൈറ്റഡ് പാർട്ടി ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉള്ള ഒരു സംഭവമാണ്. ഇവിടെ ഇതിനകത്തൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഒക്കെ ഇപ്പൊ ഉടനടി തുടങ്ങിയ കലാപവും പ്രതിഷേധവും ഒന്നും അല്ല. 1970 മുതലേ തുടങ്ങിയിട്ടുള്ളതാണ്. കാരണം 1970 വരെ ഈ സിന്ധ് പ്രവിശ്യ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഒരു പ്രത്യേക അധികാരമുള്ള പ്രദേശമാക്കിയായിരുന്നു നിലനിർത്തിയിരുന്നത്. 70 കഴിഞ്ഞിട്ട് അവരത് മാറ്റിയപ്പോൾ തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇവിടുത്തെ ബേസിക്കലായിട്ട് നമ്മൾ നോക്കിയാൽ സിന്ധു നദീതടത്തിന് കരയിലുള്ള ഈ പ്രദേശം സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. 7-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇവിടെ അറബികളുടെ ഇൻവേഷൻ ഉണ്ടാകുന്നത്. അതുവരെ അവിടെ ഉണ്ടായിരുന്നത് ബുദ്ധിസ്റ്റുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നീട് സിഖുകാരുണ്ടായിരുന്നു, ഹിന്ദുക്കളുണ്ടായിരുന്നു, വലിയ അളവ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ചില രജപുത്ര വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, ജാട്ടുകളുടെ പല വകഭേദങ്ങളുണ്ട്. അങ്ങനെ അനവധി ഒരു മിശ്ര സംസ്കാരമാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഒപ്പം തന്നെ പിന്നീട് അവിടത്തേക്ക് ഈ അറബിയിൽ നിന്നും അറബ്സും പേർഷ്യൻസും
തുർക്കികളും അവിടെ കടന്നു വരികയും സിന്ധുവിൽ താമസം ഉറപ്പിക്കുകയും ചെയ്യും. അങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. അവരുടേതായിട്ടൊരു പ്രദേശം, ഭയങ്കര ഫലഭൂഷ്ടമായ ഒരു പ്രദേശമാണ്. ഈ നദിയുടെ കരയ്ക്ക് നിന്നിട്ട് അവർക്ക് ഒരുപാട് കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയ പ്രദേശം. അവിടെയാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തേക്ക് ഇന്ത്യയിൽ നിന്ന് പിന്നെ പാകിസ്ഥാനിലേക്ക് പോയ ആളുകളുണ്ടല്ലോ. എന്താ അതിന് പറയുന്നത്, പാകിസ്ഥാൻ മതി. ഒരു ചോദ്യം വന്നല്ലോ, ഇന്ത്യയുടെ കൂടെ നിൽക്കണോ പാകിസ്ഥാന്റെ കൂടെ നിൽക്കണോ എന്ന് വെച്ചാൽ പാകിസ്ഥാൻ മതി എന്ന് പറഞ്ഞ് പോയവരുണ്ട്. ആ പോയവർ ഏറെ പേരും പഞ്ചാബിലും സിന്ധു പ്രവിശ്യയിലുമാണ് താമസം ആരംഭിച്ചത്, കുടിയേറ്റം ആരംഭിച്ചത്. അതോടുകൂടി അത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറുകയായി. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം. ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറുമ്പോഴും അവിടെ ഇവരുടേതായ ഒരു സംസ്കാരം, ബുദ്ധിസം ഇല്ലാതായി പോയി. അവരുടെ ബുദ്ധവികാരങ്ങളൊക്കെ ഇവന്മാർ തകർത്ത് അതില്ലാതായി. പിന്നീട് ഹിന്ദുക്കളുടെ എണ്ണം ശതമാനം വളരെയധികം താഴോട്ട് പോയി. ക്രിസ്ത്യൻസ് വളരെ പേരിന് മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. സിഖുകാർ ഇപ്പോഴും ഒരു ചെറിയ രീതിയിലെങ്കിലും അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ നമ്മുടെ കർത്താർപൂർ ഇടനാഴിയൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട സിഖുകാരുടെ ഗുരുദ്വാരയൊക്കെ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുണ്ട്. ഇവരുടെ എല്ലാം വ്യത്യസ്തമായ സംസ്കാരം. ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിന്ധു ദേശത്തിന് വേണ്ടി പോരാടുന്ന സിന്ധ് റവല്യൂഷണറി ആർമിയും ബലൂചിസ്ഥാന് വേണ്ടി പോരാടുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും എല്ലാം കൂടി ചേർന്നിട്ട് സംയുക്തമായിട്ട് ഇവരൊരു ഒരു കോൺഫെഡറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സഖ്യം ഉണ്ടായി, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേര് ബ്രാസ് എന്ന്, BRAS, ബ്രാസ് എന്നാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഗ്രൂപ്പിന്റെ പേര്. അപ്പൊ ആ ഗ്രൂപ്പ് ഒരു തീരുമാനമെടുത്തു, ഇത് നല്ല അവസരമാണ്, നമുക്ക് കയറി അടിക്കണം. അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ, കാരണം ഇവരുടെയൊക്കെ ലക്ഷ്യം സ്വതന്ത്ര പ്രദേശം തന്നെയാണ്. അപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് പാക് ആർമിക്കെതിരെ ഒരു നടത്തുക എന്നുള്ളത്. ഈ അവസരത്തിലാണ് ഈ താലിബാനും കൂടെ പരസ്യമായിട്ട്, താലിബാൻ രഹസ്യമായിട്ടല്ല, താലിബാൻ അഫ്ഗാൻ ഭരണകൂടം പരസ്യമായിട്ട് തന്നെ ബലൂചിസ്ഥാനിലുള്ള ഈ പോരാളികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരസ്യമായിട്ടാണ് അവർ പിന്തുണ പ്രഖ്യാപിച്ചത്, രഹസ്യമായിട്ടല്ല. അവരും ഇടയ്ക്ക് കയറി അടിക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ ഇപ്പം അടി എരന്ന് മേടിക്കുകയാണ്. അതായത് പല വഴിക്കും കിട്ടുന്ന അടിയാണ്. ഇവിടെ നമ്മൾ ഭയക്കേണ്ടതായ ചില പ്രശ്നങ്ങളും കൂടെ ഉണ്ട് ഇതിനകത്ത്, പറയാതിരിക്കാൻ കഴിയില്ല. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ബലൂചിസ്ഥാനിലായാലും പഞ്ചാബ് സിന്ധ് പ്രവിശ്യയിലായാലും ഒക്കെ അവിടെ നടക്കുന്ന യുദ്ധങ്ങളും ഇതൊക്കെ നമ്മളെയും ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ ബോർഡറാണ് ഇതെല്ലാം. അതായത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബലൂചിസ്ഥാന്റെ ബോർഡർ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ പഞ്ചാബ് സിന്ധ് പ്രവിശ്യയുടെ ബോർഡറിൽ ഏതൊക്കെയാണ് വന്നു കഴിയുമ്പോഴത്തേനും പാകിസ്ഥാനിലേക്ക് വരുന്നത് അവർ ബലൂചിസ്ഥാനുമായി കണക്ട് ചെയ്ത് കിടക്കുകയാണ് ഈ പഞ്ചാബ് സിന്ധ് പ്രവിശ്യകൾ എന്ന് പറയുന്നത്. ബലൂചിസ്ഥാനുമായിട്ട് കണക്ട് ചെയ്തു. കിഴക്കോട്ട് വരുമ്പോഴത്തേനും ജമ്മു കാശ്മീര്, ബലൂചിസ്ഥാൻ പിന്നെ POK ആയിട്ടുണ്ട്. ഈ പഞ്ചാബ് പ്രവിശ്യ കുറച്ച് POK ആയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ബലൂചിസ്ഥാനും പഞ്ചാബ് ഒക്കെ ഓക്കെ ആകുമ്പോൾ POK ഓട്ടോമാറ്റിക് പോരുന്നു. അപ്പോ ഈ POK കിടക്കുന്നു. അതിനോടൊപ്പം തന്നെ കിടക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ, ഗുജറാത്ത്, പിന്നെ നമ്മുടെ പഞ്ചാബ്. ഇതിനകത്ത് ഇത് നമ്മളപ്പോ വിചാരിക്കും 4 സ്റ്റേറ്റ്, ജമ്മു കാശ്മീർ 4 സ്റ്റേറ്റ് കിടക്കും. നമ്മൾ കരുതി ഈ 4 സ്റ്റേറ്റിലേ ഉള്ളൂ ഇവിടെ എന്ത് സംഭവിക്കാനാണ്. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ രാഷ്ട്രം കണക്കൂട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ രീതി കണക്കൂട്ടുന്നു. അതായത് ഇപ്പൊ നോക്കൂ, പഞ്ചാബ് എന്ന് നമ്മൾ പറയുമ്പോൾ പഞ്ചാബിനോട് കണക്ട് ചെയ്ത് വരുന്ന ഒരു പ്രദേശമാണ് ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനം. അതിനോട് കണക്ട് ചെയ്ത് വരുന്ന പ്രദേശമാണ് ഹിമാചൽ പ്രദേശ്. അത് ഇതിന്റെ ഒരു വ്യാപ്തിയാണ് ഞാൻ പറയുന്നത്. കാശ്മീരും കണക്ട് ചെയ്ത് വരുന്നത് ഈ പഞ്ചാബ് ബോർഡർ, ഒപ്പം തന്നെ ഈ ലഡാക്ക് മേഖല, ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശ്, ഇങ്ങനെ ഒരു ബോർഡർ വരുന്നു. രാജസ്ഥാനിൽ നിന്ന് അത് കണക്ട് ചെയ്ത് പോകുമ്പോഴത്തേന് മധ്യമേഖലയിലേക്ക് കടക്കുന്നു. ഗുജറാത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അത് സൗരാഷ്ട്ര മഹാരാഷ്ട്രയിലേക്ക് കടക്കുന്നുണ്ട്, മധ്യപ്രദേശിലേക്ക് കടക്കുന്നുണ്ട്. അപ്പൊ ചെറുതായിട്ടല്ല നമ്മളെ അത് എഫക്ട് ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. എഫക്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞ ഒരു യുദ്ധം വന്നാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. വന്നു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഒരു ആംഗിൾ എന്ന് ഞാൻ പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു സംഘർഷം അവിടെ രൂക്ഷമാകുമ്പോഴത്തേനും ഇന്ത്യ ഭയക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു വലിയ രീതിയിലുള്ള അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുമോ എന്ന് നമ്മുടെ രാജ്യം ഇത് ചെയ്യുന്നുണ്ട്. ഈ സമയം നമുക്ക് കൂടുതൽ ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഈ 2-3 പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഒരു പ്രധാന തലവേദന എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും അവിടുത്തെ ആഭ്യന്തര യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു തലവേദനയുടെ പ്രധാന പ്രശ്നം ഈ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുമോ എന്നുള്ളതാണ്. വലിയൊരു ജനക്കൂട്ടം ഈ അതിർത്തിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഈ വരുന്നവരാരും പിന്നെ ഭീകരവാദികളോ ഇല്ലെങ്കിൽ പിന്നെ പട്ടാളക്കാരോ ഒന്നും അല്ല, സാധാരണപ്പെട്ട ജനങ്ങളാണ് വരുന്നത്. അപ്പൊ അവരുടെ നേരെ ഇപ്പൊ അതിർത്തി നിൽക്കുന്ന സേനയ്ക്ക് വെടിയുതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, അത് അന്താരാഷ്ട്ര തലത്തിലാണെങ്കിൽ തന്നെ. അപ്പം അങ്ങനെ ഒരു വലിയ പലായനം സംഭവിക്കുമോ എന്നുള്ളത് ഒരു ഭയം നമുക്കുണ്ട്. ആയുധം അടിക്കടിയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ആ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഇത് അടിയല്ല, അത് അങ്ങനത്തെ ഒരു വിഷയമാണ്, നമ്മൾക്ക് ഒരു വലിയ വിഷയം. ഇതിനിടയിലാണ് ഇപ്പോൾ അത് ആഭ്യന്തര യുദ്ധം എന്ന് തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഇത് ബോംബ് സ്ഫോടനത്തിൽ മാത്രമാണ് മാധ്യമങ്ങൾ ഈ വാർത്ത ഒതുക്കുന്നത്. പക്ഷെ കഴിഞ്ഞ 1.5-2 മാസമായിട്ട് നമ്മൾ തന്നെ പറയുന്നത് ആഭ്യന്തര യുദ്ധമാണ് പാകിസ്ഥാനിൽ, ആഭ്യന്തര യുദ്ധമാണ്. പാകിസ്ഥാൻ ഏതായാലും പിളരുന്നു, ഇല്ലെങ്കിൽ അത് ഛിന്ന ഭിന്നമാകുന്നു. അത് ഈ ഒരു സാഹചര്യത്തിൽ POK ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട് കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട്. അത് ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ആ വാർത്ത. അവിടെയും ഒരു പ്രക്ഷോഭം നടക്കുന്നു. അത് പിന്നെ ഇതുപോലെ ആയുധം എടുത്തുള്ള ഒരു പോരാട്ടത്തിലേക്ക് എത്തിയിട്ടില്ല.
കാരണം ഉം, എനിക്ക് തോന്നുന്നു അവരിപ്പോ ആയുധം എടുക്കേണ്ട ആവശ്യമില്ല, അവരോട് ചേർന്ന് കിടക്കുകയാണ് ഈ പഞ്ചാബ് പ്രവിശ്യയും ബലൂചിസ്ഥാൻ പ്രവിശ്യയും. അവർ പണി നടത്തുന്നുണ്ട്, അപ്പൊ പിന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ആയുധം എടുക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം. അപ്പൊ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം, അപ്പൊ അവിടെയും അവസ്ഥ മോശമാണ്. പാക് ഉം, ഭരണകൂടത്തിനെതിരെയും അവിടെ, കാരണം ഇവരെയൊക്കെ പാകിസ്ഥാൻ പിടിച്ചെടുത്ത പ്രദേശങ്ങളാണ്. ഈ ഉം, ബലൂചിസ്ഥാൻ എങ്ങനെയാണ് 1948 പ്രഷർ ഉപയോഗിച്ച് അവരെ പിടിച്ചു തിരുന്നത് ചേർപ്പിക്കുകയായിരുന്നു. നമ്മളോട് ഉം, ചോദിച്ചാണ്, ഞങ്ങൾ നിങ്ങളോട് ചേർന്നോട്ട് ചോദിച്ച, പക്ഷെ നമ്മുടെ അന്നത്തെ ഭരണാധികാരികൾ അത് സമ്മതിച്ചിരുന്നില്ല. രണ്ടാമത്തേത് പഞ്ചാബ് പ്രവിശ്യയിൽ അവർക്ക് അങ്ങോട്ട് പ്രതിഷേധം. ഇതൊക്കെ പിടിച്ചെടുത്ത പ്രദേശങ്ങളാണ്. ഇവിടൊക്കെ ഈ ഉം, പഞ്ചാബ് സിന്ധ് പ്രവിശ്യയിലൊക്കെ 70കൾ വരെ 1970കൾ വരെ പ്രത്യേക പ്രവിശ്യയായിട്ട്, പ്രത്യേക അധികാരങ്ങളുള്ള പ്രവിശ്യയായിട്ട് വയസ്സം കൊണ്ടാണ്. അതൊക്കെ മാറി. പാക് അധിനിവേശ കാശ്മീർ അവരുടേതല്ല. അവിടെ കയറിയിട്ടാണ് അവന്മാര് ഭരണം നടത്തി. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം ചോദിച്ചിട്ട്, നമ്മുടെ നാട്ടിൽ, ഇന്ന് ഇന്ത്യയില് വേറെ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു രാജ്യം, ചൈന ഇപ്പൊ കുറെ സ്ഥലം പിടിച്ചെടുത്ത് വെച്ചിട്ട് നമ്മളെ ഭരിച്ചു കഴിഞ്ഞാൽ നമുക്കത് സ്വാഭാവികമായി ഇവിടുത്തെ ജനത്തിന് സഹിക്കാൻ പറ്റില്ല. അവർക്ക് ഉം, പ്രതിഷേധം ഉയരുക ചെയ്യും. അപ്പം ഇത് കണക്കുള്ള ഈ സ്വകാര്യ ആർമികളും ഈ പോരാളി സംഘങ്ങളും ഒക്കെ ഉയർന്നു വരിക തന്നെ ചെയ്യും. അതാണ് ഇപ്പൊ പാകിസ്ഥാനിൽ നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പൊ മൊത്തത്തിൽ അവിടെ കുളമായിരിക്കുന്നുണ്ട്. ഇന്ത്യ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ട ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, 22 പേരുടെ ലിസ്റ്റ് ആയിരുന്നു അത് ഹിറ്റ് ലിസ്റ്റിൽ ഉം, പെടുത്തിയിരിക്കുന്നത്. കാരണം ഇന്ത്യ നോട്ടമിട്ടിരിക്കുന്നത് 22 കൊടും ഭീകരരുടെ ലിസ്റ്റ്. 104 പേരാണ് ഉം, ടോട്ടൽ ഭീകരർ. എനിക്ക് തോന്നുന്നു അതിൽ കുറെ എണ്ണത്തിനൊക്കെ തട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ 22 പേരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ 22 പേരിലെ ലിസ്റ്റിൽ ഉം, വരുന്നവരാണ് ഈ ഹാഫിസ് സയ്യിദും ഒക്കെ ഉള്ളത്. ഈ ഹാഫിസ് സയ്യിദിന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് ഒരു വലിയ ഉം, ടാർഗറ്റ് ഉണ്ട്. അതിലൊന്ന് ദാവൂദാണ്, മറ്റൊന്ന് ഈ ഹാഫിസ് സയ്യിദ് ആണ്. അങ്ങനെ ഉം, കുറെ ടാർഗറ്റ് ഉണ്ട്. ഇന്ത്യ ഇപ്പം ഇന്ത്യ ആണോ എന്ന് നമ്മൾ പറയുന്നില്ല. ഈ അജ്ഞാതൻ എന്തായാലും കാണ്ടകാർ തൊട്ടുള്ള കേസ് ഫയലുകളെല്ലാം പൊക്കുന്നത്. കാണ്ടകാർ ഉം, വിമാനം ഉം, ബ്രാഞ്ചിൽ തൊട്ട് ഉള്ള ഫയല് 10-30 വർഷം മുമ്പുള്ള കേസ് ഫയലാണ് ഇപ്പൊ പുള്ളി പഠിക്കാൻ എടുത്തിരിക്കുന്നത്. അതിന്റെ അതെ. ഭാഗമായിട്ടാണ് കാണ്ടകാർ വിമാനം റാഞ്ച് ചെയ്തതിനകത്ത് ഒരുത്തിനെ തട്ടിക്കളഞ്ഞത്. ഈ അജ്ഞാതൻ തട്ടിയത്. അത് പഴയ കേസാണ് എടുത്തിരിക്കുന്നത്. മുംബൈ സ്ഫോടനം കണ്ടഹാർ നടന്നിട്ട് റാഞ്ചിയ വർഷം എത്ര കഴിഞ്ഞു? എല്ലാ എണ്ണത്തിനെയും തട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാരും തട്ടി. അതാ ഞാൻ പറഞ്ഞത്, പഴയ ഉം, ഫയലാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. അജ്ഞാതൻ പഠിക്കാൻ എടുത്തിരിക്കുന്ന ഉം, പഴയ ഫയലാണ്. ആ ഫയലിലുള്ളവരെയൊക്കെ ഇപ്പൊ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മുംബൈ ഉം, സ്ഫോടന ആക്രമണത്തിലാണ് ഈ ഹാഫിസ് സയ്യിദും ദാവൂദും അടക്കമുള്ളവരുണ്ട്. അതിനകത്ത് കുറച്ചധികം പേര് ഇപ്പൊ തട്ടിക്കളഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ ഉം, നമ്മുടെ ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ദിവസം ഈ മരിച്ച ഈ പറയുന്ന ഖത്തൽ എന്ന് പറയുന്ന ഈ ഉം, ഭീകരനെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയത്തില്ല. കാരണം ഒരു പിഞ്ചു കുഞ്ഞിന്റെ ചിത്രം അന്ന് വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതായത് ഈ ഉം, ഒരു തീർത്ഥയാത്ര കഴിഞ്ഞു പോയ ഒരു ഗ്രൂപ്പിനെ ആയിരുന്നു ഈ ഭീകരന്മാർ ആക്രമിച്ചു. ഈ വണ്ടി കൊക്കയിലേക്ക് മറ്റു അതെ. 9 പേര് കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അത് ഓരോരുത്തരും തീർത്താണ് പോകുന്നത്. ഈ തീർത്ത് പോകുന്നതിന്റെ പിന്നിൽ ഇന്ത്യ ആണോ എന്ന് ചോദിച്ചാൽ, ഇന്ത്യ നോട്ടമിട്ടവരാണ് മരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതിപ്പം ഉം, കൊല്ലുന്നത് ഇന്ത്യ ആണോ എന്നുള്ളത് ഇന്ത്യ പറഞ്ഞല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് അറിയാൻ പറ്റില്ല. ഏതായാലും ഉം, ഏതാണ്ടൊക്കെ ഒരു പരുവത്തിൽ തീർത്ത് വരികയാണ്. ഇനിയിപ്പോ നമുക്ക് അവശേഷിക്കുന്ന ആരായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ മുംബൈ ഉം, സ്ഫോടന പരമ്പരയുമായിട്ട് ബന്ധപ്പെട്ട് ഒപ്പം തന്നെ കാശ്മീരിൽ ഉം, റിക്രൂട്ട് നടത്തുന്നവരും റിക്രൂട്ട്മെന്റിന്റെ തലവന്മാരും അടക്കമുള്ളവരാണ് ഇനി നമുക്ക് നശിപ്പിക്കാം. എനിക്ക് തോന്നുന്നു ഇനി ഉം, അധികം ഉം, ഭീകരന്മാരെ ഒന്നും ഇനി പാകിസ്ഥാനിൽ നമുക്ക് കൊല്ലാനില്ല. കൊല്ലാനുള്ളതൊക്കെ വൻ ടാർഗറ്റുകൾ തന്നെയാണ്. അത് ഈ ദാവൂദ് ഉം, ഉണ്ട്, അതിൽ ഈ ഹാഫിസ് സയ്യിദ് ഉണ്ട്. അങ്ങനെയുള്ള വലിയ വലിയ കുറെ കമാൻഡർമാർ മാത്രമേ ഉള്ളൂ ഇനി അവശേഷിക്കുന്നത്. ഉം, ഉം, അവരൊക്കെ തന്നെ ഏതാണ്ട് ഇപ്പൊ ഷെഡിൽ കയറിയിരിക്കുന്ന അവസ്ഥയാണ്. കാരണം ഇപ്പോൾ ദാവൂദ് ഒന്നും ഇപ്പൊ പഴയതുപോലെ ആക്റ്റീവ് അല്ല. അതായത് ഉം, ഒളിവിലാണെന്ന് പറയുന്നു. പാകിസ്ഥാൻ ഇല്ലെന്ന് പറയുന്നു. ഹാഫിസ് സയ്യിദും ഇല്ലെന്നാണ് അവർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഈ ബാലക്കോട്ടില് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ടതൊക്കെ അവിടെ തന്നെ പണി തീർന്നായിരുന്നു. അപ്പം ഉം, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ രാജ്നാഥ് സിംഗും അമിത്ഷായൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഉം, പാക് അധിനിവേശ കാശ്മീർ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മളിലേക്ക് വന്നു ചേരുള്ളൂ. ഉം, കാരണം അത് ഓട്ടോമാറ്റിക് നമ്മുടെ ഭാഗം തന്നെയാണ്. അന്നും ഇന്നും അത് നമ്മുടെ ഭാഗം തന്നെയാണ്. ഉം, പാകിസ്ഥാന്റെ രാജ്യമായിട്ട് അവിടുത്തെ ഭരണഘടനയൊന്നും അല്ലത്. ഇതിനകത്ത് വലിയ രസം എന്ന് പറഞ്ഞാൽ, ഈ ബലൂചിസ്ഥാനികൾക്ക് സ്വന്തമായിട്ട് ബലൂചിസ്ഥാനികൾക്കും ഉണ്ട്. ഉം, ഈ പഞ്ചാബ് പ്രവിശ്യയിൽ, സിന്ധ് പ്രവിശ്യയിലൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ദേശീയഗാനമുണ്ട്, അവർക്ക് ഉം, സ്വന്തമായിട്ട് ഭരണഘടനയുണ്ട്. ഉം, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണിത്. അപ്പൊ ഇത് ഛിന്ന ഭിന്നമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴിപ്പോ ഇവരൊരു ഒരു അലയൻസിലേക്കാണ് പോകുന്നത്, സിന്ധു പ്രവിശ്യയും. കാരണം ഇതെല്ലാം ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് ഇവരെല്ലാം കൂടെ ഉം, നമുക്ക് ഒന്നിച്ച് നിൽക്കാം, സ്വാതന്ത്ര്യം നേടാം എന്നുള്ള രീതിയിലാണ്. ഇതിൽ നമ്മൾ ലേറ്റസ്റ്റ് കേൾക്കുന്ന വാർത്ത ചൈന പിന്മാറി എന്നുള്ളൊരു വാർത്തയാണ്. കാരണം ചൈനക്ക് മനസ്സിലായി, കാരണം ഇനി അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഉം, ആണ് അവർ നടത്തിയിരുന്നത്. 40,000 പാകിസ്ഥാൻ പട്ടാളക്കാരാണ് ഇവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഉം, പദ്ധതിക്ക് സുരക്ഷ ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നത്. അത് ബലൂചിസ്ഥാൻ മേഖലയിലൂടെ 40,000 പേര് ഉള്ളതിന്റെ കണക്കൊന്നും ഇപ്പോഴില്ല ഏതായാലും. കാരണം അവിടെ ഇപ്പോഴും ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അടക്കം ചൈനയ്ക്കും കൂടെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞത്, ഉം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിന് പിന്മാറിക്കൂ, കാരണം ഞങ്ങളുടെ ഈ സ്ഥലത്തൂടെ ഞങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റും കിട്ടാത്ത ഈ സ്ഥലത്തൂടെ നിങ്ങൾക്ക് കൊണ്ടൊന്നും ചെയ്യിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ചൈന അവർ ഉം, ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു, അവരിനി ഒന്നും മുതൽ മുടക്കുന്നില്ല, നിക്ഷേപം ഇനി ഇറക്കുന്നില്ല. കാരണം അവര് ഗദ്ദർ ഉം, തുറമുഖം ഇറക്കിയിരുന്നു, അത് പൊളിഞ്ഞ് പാളീസായി. അതിന് തൊട്ടിപ്പം തന്നെ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് 4600 ഏക്കറിൽ അവർ പണിത്, ചെറിയ തുകയൊന്നും എല്ലാവരും മുടക്കിയിരിക്കുന്നു, അത് പൊട്ടി ഉം, പാളീസായി. റോഡ് പണി എങ്ങും എത്താത്തൊരവസ്ഥ.
ഇനിയും കൊണ്ട് പൈസ മുടക്കി കഴിഞ്ഞാൽ പണി പാളും എന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലായി. ഈ ശ്രീലങ്കയിൽ അത് ഓക്കെ. കണക്കാനുണ്ട്. പൈസ മുടക്കി തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ കലാപമായി, ആ രാജ്യം കുട്ടിച്ചോറായി, പിന്നെ അവിടെ കൊണ്ട് ഇറക്കാൻ വയ്യാത്ത അവസ്ഥ. ഇവരിപ്പോ എങ്ങും കൊണ്ട് പൈസ ഇറക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മുൻപോട്ട് പോകുന്നത്. ഇപ്പൊ ഏതായാലും നമുക്ക് ശുഭകരമായ ചില വാർത്തകൾ കേൾക്കാൻ കഴിയും. ഒപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന ആഭ്യന്തര കലാപമായാലും പാകിസ്ഥാനിൽ നടക്കുന്ന കലാപമായാലും ഒക്കെ. കാരണം ഈ അഭയാർത്ഥികൾ എവിടെയും ഒരു തലവേദനയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിന്റെ കാര്യം. അല്ലാതെ യുദ്ധത്തെ ഭയന്നിട്ടല്ല, തലവേദനയാകുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ അഭയാർത്ഥികളുടെ ഒരു വലിയ ഇതുണ്ടാകാൻ സാധ്യതയുണ്ട്. താങ്ക് യു വിജയേട്ടാ. താങ്ക് യു സോ മച്ച്.